ഫ്രണ്ട്സ്, ജോബിയാണേ. ഞാൻ ഇന്ന് കുക്കുംബറിന് മടുക്കാതെ കാ കിട്ടാൻ വേണ്ടി ഉള്ള ഒരു വളം കൂട്ടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വരുന്നത്. ഇതെനിക്ക് പറഞ്ഞു തന്നത് നമ്മുടെ ആ പട്ടാളക്കാരനായ തൊമ്മച്ചായനാണ്. തൊമ്മച്ചായൻ കുക്കുംബറിന് പുള്ളി 2 ദിവസം കൂടെ നമ്മളിതിന് കാ പറിക്കേണ്ടി വരും. അപ്പം ആ സമയത്തെല്ലാം ഇങ്ങനെ ഈ ജൈവ രീതിയിലുള്ള ഈ വളം ഒഴിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് കാണാം എന്ത് സാധനമാണ് ഞാനത് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ഞാനത് കൂട്ടുന്നതെന്നും ഇപ്പോൾ കാണിച്ചു തരാം. വരും. ഇതെന്നാന്ന് മനസ്സിലായോ? ഇതാണ് നമ്മുടെ കടലപ്പിണ്ണാക്കും ഇത് പച്ചച്ചാണകം. നമ്മുടെ നാടൻ ഒരു പശു ഉണ്ട് അവിടെ ചുമ്മാ പറമ്പിൽ നിന്ന് പച്ചപ്പുല്ലും ഒക്കെ തിന്ന് ജീവിക്കുന്നവരണോ അവിടെ പോയി രാവിലെ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മളിപ്പോൾ മിക്സ് ചെയ്തിട്ട് നമ്മളിതിനെ പുളിപ്പിക്കാൻ വെക്കും. പുളിപ്പിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഓരോ ചെടിയുടെയും ചുവട്ടിൽ മഗ്ഗിനകത്ത് കോരി ഒഴിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പം നമ്മളിതിനെ കടലപ്പിണ്ണാക്ക് നന്നായിട്ട് വെള്ളത്തിലിട്ട് കലക്കിയതിന് ശേഷം ആ പച്ചച്ചാണകം കലക്കിയ വെള്ളത്തിലേക്ക് ഒഴിക്കുക. നമ്മൾ ഇതിന് ശേഷം ഇനിയും ബാക്കി വിളവെടുത്തതിന് ശേഷം ഓരോ ദിവസവും വിളവെടുപ്പ് കഴിയുമ്പോഴും ഇത് കണക്ക് നമ്മൾ ഈ കൂട്ടി വെച്ചിരിക്കുന്ന സാധനം ഒഴിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ ഒഴിക്കുന്ന അനുസരിച്ച് ചെടികളുടെ ബ്രാഞ്ചസുകൾ പുതിയതുണ്ടാകുകയും പുതിയ കായകൾ ഉണ്ടാകുകയും മടുക്കത്തില്ല. കാരണം ഇത്രയും ഒരു ബാഗിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് പുതിയ വളം ഉണ്ടായിക്കൊണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കുന്ന പണിയാണിത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. 2 ദിവസം കഴിയുമ്പോൾ വിളവെടുപ്പാകും. അപ്പോൾ വിളവെടുത്തതിന് ശേഷം ഇത് ഒഴിക്കുന്നവിടെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം.